قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن منكم إلا واردها كان على ربك حتما مقضيا. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിലെ ഈ മഗ്ഫിറത്തിന്റെ 10ന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ അനുഭവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നസീബാക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിലെ 2ാമത്തെ 10ന്റെ അവസാനത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. നമ്മൾ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. നരകമോചനത്തിന്റെ 10. ഇത്തുക്കും മിനന്നാർ. നരകമെന്ന് പറയുന്നത് നമ്മളൊക്കെ സങ്കല്പിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറത്താണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പടച്ചതിന് ശേഷം ഭൂമി ലോകത്ത് തീ മനുഷ്യന് ആവശ്യമായി വന്നപ്പോ നരകത്തിൽ നിന്നുകൊണ്ട് തീ കൊണ്ടുവരാൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഉപയോഗത്തിന് ഉതകുന്ന അഗ്നി കൊണ്ടുവരാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഏൽപ്പിക്കുകയാണ്. മാം തുർമുദിയും മറ്റ് വലിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആവശ്യമായ ഭൂമി ലോകത്തുള്ള മനുഷ്യർക്ക് ആവശ്യമായ തീ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നരകത്തെ കാക്കുന്ന മലക്കായ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ഇതുവരെ ചിരിച്ചിട്ടില്ല. നരകം പടച്ചതിന് ശേഷം, നരകം കണ്ടതിന് ശേഷം ഇതുവരെ ചിരിക്കാത്തയാളാണ് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം. ആ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചെന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള തീ ആവശ്യപ്പെട്ടപ്പോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ആദ്യമായിട്ട് പറഞ്ഞത് അദറു തമ്ര, ഒരു കാരക്കയുടെ വലിപ്പത്തിലുള്ള അല്പം തീ തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബിയോട് ജിബ്രീലിനോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഭൂമി ലോകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭൂമി മൊത്തം കരിഞ്ഞ് താറുമാറായി പോകും, ഒന്നും അവശേഷിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അത്ര കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം വീണ്ടും പറഞ്ഞു, നവ എന്നുള്ളൊരു പ്രയോഗമാണ് കിതാബുകളിൽ കാണാൻ കഴിയുന്നത്. എന്നാ പിന്നെ ഒരു കാരക്ക കുരുവിന്റെ അത്ര, കാരക്ക വേണ്ട, കാരക്ക കുരുവിന്റെ അത്ര തരാൻ വേണ്ടി ആവശ്യപ്പെടാം. അപ്പൊ പറഞ്ഞു, ഇത് കൊണ്ടുപോയി കഴിഞ്ഞാലും കാര്യമില്ല, ഭൂമിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അതിനേക്കാളും എത്രയോ അപ്പുറമാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മ സങ്കടത്തിലായ സമയത്ത് അല്ലാഹു തആല തന്നെ കൽപ്പിച്ചു, മിസ്ഖാല ദർറ. ദർറ എന്ന് പറയുന്ന പദം അറബികൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ചെറിയ ഉറുമ്പിനെ പറയുന്ന പേരാണ് ദർറ എന്ന് പറയുന്ന പ്രയോഗം. ഖുർആനിൽ പല സ്ഥലത്തും കാണാം, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ.
അപ്പോ മിഫ്ഖാൽ ദർറ ഏറ്റവും ചെറുത്, അഥവാ പരമാണു എന്നൊക്കെ നമ്മൾ പറയുന്നു, അണുവല്ല പരമാണു, ഏറ്റവും ചെറുത്, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൽപ്പിക്കാം. അങ്ങനെ അത് കൊണ്ടുവന്നു. പക്ഷെ ഭയങ്കര തീ, ഭൂമിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കടലിൽ നിന്നുകൊണ്ടുള്ള റഹ്മത്തിന്റെ വെള്ളം കൊണ്ട് 70 പ്രാവശ്യം കഴുകിയിട്ടാണ് ഭൂമി ലോകത്തേക്ക് ആ തീയെ കൊണ്ടുവരുന്നത്. എന്നിട്ടോ അത് മുഴുവനും ഈ ഭൂമി ലോകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് മുഴുവൻ അത് ഇവിടെ വലിച്ചെടുക്കുന്നു. എന്നിട്ട് വീണ്ടും അല്ലാഹു തആല അതിനെ നരകത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പ്രവർത്തനത്തെ പറ്റിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലമൻ തഫഅതും ബിഹാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വെള്ളം കൊണ്ട് അത് കഴുകിയിരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയൂലായിരുന്നു. തീ ഈ സ്വർഗത്തിൽ നരകത്തിൽ നിന്നുകൊണ്ടുള്ള തീയിന്റെ അംശമാണ് ഭൂമി ലോകത്തുള്ളത്. ഇവിടത്തെ തീയിനെക്കാളും 70 ഇരട്ടി കടുപ്പമുള്ളതാണ് നരകത്തിലെ തീ എന്ന് പറയുന്നത്. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇവിടത്തെ തീ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്ന, നമ്മൾ സാധാരണ കത്തിക്കുന്ന തീയല്ല, അതിനേക്കാളും എത്രയോ പവറുള്ളതാണ് ലാവകൾ, അഗ്നിപർവ്വതങ്ങള്. അതേപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാര് ഭൂമി കുഴിച്ചുകൊണ്ട് അതിന്റെ അടിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ചൂട് സഹിക്കാൻ കഴിയാതെ, അതിൽ നിന്നുകൊണ്ട് ഉത്ഭവിക്കുന്ന ലാവകളുടെ ചൂട് സഹിക്കാൻ കഴിയാതെ പണികൾ വരെ നിർത്തിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, ലോകത്ത് കണ്ട ഏറ്റവും വലിയ തീ എന്ന് പറയുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കത്തിക്കാൻ ഉപയോഗിച്ച തീയാണ്. ആകാശത്തുകൂടി പറന്നു പോകുന്ന പറവകൾ പോലും ആ തീയിന്റെ കാഠിന്യം കൊണ്ട്, നമ്രൂദ് ഒരുക്കിയിരിക്കുന്ന ആ തീക്കുണ്ടാരത്തിന്റെ കാഠിന്യം കൊണ്ട് ആകാശത്തുകൂടെ അന്തരീക്ഷത്തിലൂടെ വട്ടമിട്ട് പറന്നു പോകുന്ന പറവാദികൾ പോലും, പക്ഷി പറവാദികൾ ആ അഗ്നിയിലേക്ക് പതിച്ചു പോയിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, അതിനേക്കാളും ഒക്കെ എത്രയോ വലിയ അഗ്നികളെ പറ്റിയിട്ട് ഇന്ന് നമ്മൾ പുതിയ പുതിയ ടെക്നോളജിയിലൂടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനേക്കാളും എത്രയോ അപ്പുറത്താണ് പ്രിയപ്പെട്ടവരെ നരകത്തിന് തീ എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. എല്ലായ്പ്പോഴും സന്തോഷിക്കുന്ന വദനവുമായിട്ടാണ് ജിബ്രീൽ വരാറുള്ളത്. മനുഷ്യ രൂപത്തിൽ ജിബ്രീൽ വരുമ്പോ നല്ല കാണാൻ നല്ല സുന്ദരമായ രൂപത്തിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് ജിബ്രീൽ വരാറുള്ളത്. പക്ഷേ ഒരു ദിവസം വന്നപ്പോ ജിബ്രീൽ ആകെ വല്ലാത്ത സംഭീതമായ ഒരു അവസ്ഥയിലായിരുന്നു ജിബ്രീൽ കടന്നു വന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജിബ്രീലേ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോ ആകാശത്തിന്റെ രാജകുമാരൻ ഗബ്രിയേൽ മാലാഖ എന്ന ബൈബിളിൽ വിളിച്ച ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ നരകത്തിന്റെ തീ ആളിക്കത്തിക്കുന്ന രംഗം കണ്ടിട്ട് അതിന്റെ കാഠിന്യം ഓർത്തുകൊണ്ട്, അതിന് ശേഷം ആ ഒരു വല്ലാത്ത അവസ്ഥയെ കുറിച്ച് ഓർത്തുകൊണ്ടുള്ള വിഷമത്തിലാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജിബ്രീലേ, ആ നരകത്തെ പറ്റി ഒന്ന് എനിക്ക് വിശദീകരിച്ചു തരുമോ? സുദീർഘമായ ഹദീസാണ്, പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നരകത്തെ 1000 കൊല്ലം അല്ലാഹു തആല കത്തിച്ചു. അങ്ങനെ കത്തിച്ച സമയത്ത് നരകമെന്ന് പറയുമ്പോ അവിടുത്തെ ആ ഒരു അവസ്ഥ സാധാരണ ഇവിടത്തെ പോലെയുള്ള ദൈർഘ്യമല്ല. വേറൊരു സ്ഥലത്ത് കാണാം 1000 വർഷം എന്ന് പറഞ്ഞു, അതുപോലെ 50,000 വർഷം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ,
ഒരു ദിവസത്തിന്റെ ദൈർഘ്യമാണ്. ഇങ്ങനെ പല പ്രയോഗങ്ങൾ ഖുർആനിൽ കാണാവുന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് 1000 വർഷം കത്തിച്ച സമയത്ത് പ്രിയപ്പെട്ടവരെ ഭൂമി അങ്ങ് നരകമങ്ങ് വെളുക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെയും 1000 കൊല്ലമങ്ങ് കത്തിക്കുകയാണ്. അപ്പോ ചുവപ്പ് കളറായിട്ട് മാറുകയാണ്. അതിനുശേഷം വീണ്ടും 1000 കൊല്ലം കത്തിച്ചപ്പോ കറുപ്പ് കളറായി മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഇപ്പോ ആ ഒരു കളറിലാണ്, ഇരുണ്ട രൂപത്തിലാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ട് വല്ലാത്ത പ്രയാസത്തോടു കൂടി വീണ്ടും ചോദിക്കുന്നു, ജിബ്രീലേ ഇനിയും പറഞ്ഞു തരുമോ, ഇനിയും പറഞ്ഞു തരുമോ? അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും നരകത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത് പറഞ്ഞത് ഒരു ഭൂമിയിലെ ഒരു സൂചിയുടെ ദ്വാരം, ആ സൂചിയുടെ ദ്വാരത്തിനോട് മുതകുന്ന നരകത്തിലെ അഗ്നിയെങ്ങാനും ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ചു കഴിഞ്ഞാൽ, ഭൂമി ലോകത്തേക്ക് അതിന്റെ ആ ഒരു തീയുടെ ഒരു അണു പ്രവേശിച്ചു കഴിഞ്ഞാൽ ഭൂമിയാകെ കത്തിച്ചാമ്പലായി പോകുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിക്കുന്നു, ജിബ്രീലേ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ പറയുന്നു, നരകത്തിലെ മലക്കിനെ പറ്റിയിട്ട് സൂറത്തുൽ മുദ്ദസ്സിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. നരകത്തെ കാക്കുന്ന മലക്ക്, അവരുടെ നേതാവാണ് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം. ആ നരകത്തെ കാക്കുന്ന മലക്കിന്റെ രൂപമെങ്ങാനും ഭൂമി ലോകത്ത് ഒരു മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ നരകത്തെ കാക്കുന്ന മലക്കിന്റെ നരകത്തിലുള്ള ആ ഒരു അവസ്ഥ കൊണ്ട് വന്ന ദുർഗന്ധം അത് ഭൂമി ലോകത്തുള്ള ഒരു മനുഷ്യനും ശ്വസിക്കാൻ കഴിയില്ല, ഒരു ജീവജാലത്തിനും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഹസ്ബി യാ ജിബ്രീൽ, ജിബ്രീലേ മതി, ഇനി പറയണ്ട, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല ജിബ്രീലേ. എന്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയുന്നില്ല. ഇനി പറഞ്ഞാൽ ഞാൻ മരിക്കും ജിബ്രീലേ. അല്ലാഹുവിന്റെ റസൂൽ തേങ്ങുകയാണ് നരകത്തെ പറ്റി കേട്ടിട്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഫമറ ബിഖൗമിൻ മിനൽ അൻസാരി ഫീഹിം യദ്ഹഖൂന, അൻസാറുകളായ സഹാബത്തിന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പോകുമ്പോ അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, കളിതമാശകൾ പറഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ലൗ തഅലമൂന മാ അഅലമു ലദഹിതും ഖലീലാ വലബഖൈതും കസീറാ. ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലദഹിതും ഖലീലാ, നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ. വലബഖൈതും കസീറാ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല ഖറജതും, നിങ്ങള് ഞാൻ അറിഞ്ഞതെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വിട്ടുകൊണ്ട് മരുഭൂമിയിലേക്ക്, വിജനമായ പ്രദേശത്തേക്ക് ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തം വരുമെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓടുന്നത് പോലെ നിങ്ങൾ ഒരുമിച്ച് ഓടിയിട്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് കേട്ടിച്ച് മടങ്ങുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് കരയാൻ തുടങ്ങി. സഹാബത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പൊ വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി വരികയാണ്. അല്ലാഹു തആല ജിബ്രീലിനെ പറഞ്ഞയക്കുന്നു, നബിയേ അവരെ അങ്ങനെ പേടിപ്പിക്കല്ല നബിയേ. ഇനി നരകത്തെ പറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നിനും പറ്റൂല. കുടുംബമായിട്ട് ജീവിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് മക്കളോടൊപ്പം തമാശ പറയാൻ പറ്റില്ല. ഭാര്യയോടൊപ്പം ഇടപെടാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് നബിയെ പറഞ്ഞു കൊടുക്കൂ, നബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. നബി
ഇബാദി, അടിമകളായ ആളുകളോട് പറഞ്ഞു കൊടുക്കൂ നബിയേ, അനൽ ഗഫൂറുർ റഹീം, ഞാൻ കാരുണ്യവാനാണ്, അങ്ങേയറ്റം കരുണ കാണിക്കുന്ന പരമദയാലുവാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കൂ. The God is love. ദൈവം എന്ന് പറയുന്നത്, അല്ലാഹു എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. അല്ലാഹു തആല കാരുണ്യമാണ്, അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ് റഹ്മാൻ. പക്ഷേ അള്ളാഹുവിന് വേറൊരു സ്വഭാവമുണ്ട്, അതും പറഞ്ഞു കൊടുക്കൂ നബിയേ. എന്നിട്ട് പറയാണ് അള്ളാഹു ധാരാളമായി ശിക്ഷിക്കുന്നവനുമാണ്, ഇതങ്ങ് പറഞ്ഞു കൊടുക്കൂ നബിയേ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും അല്ലാഹു തആല ശിക്ഷിക്കൂല, എല്ലാവരെയും അല്ലാഹു തആല ശിക്ഷിക്കൂല. അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ച ആളുകൾ, അവർക്ക് അല്ലാഹു തആല ധാരാളമായ സൗഭാഗ്യങ്ങൾ നൽകുകയാണ്. അല്ലാത്തവർക്കാണ് ശിക്ഷകളുള്ളത്. നരകത്തെ കാക്കുന്ന മലക്കുണ്ടല്ലോ, മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം, ആ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് നടക്കുന്ന സംഭാഷണത്തെ പറ്റിയിട്ട് ഹദീസുകളിൽ കാണാം. ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നാളെ പരലോകത്ത് മനുഷ്യർ വരുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഐന ഫുലാൻ ഇബ്നു ഫുലാൻ. നരകത്തെ കാക്കുന്ന മലക്ക് ചോദിക്കും, എവിടെ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന ആളുടെ മകൻ ഇന്ന ആളെവിടെ? എന്നിട്ട് മലക്ക് പറയും, അൽ മുസവ്വിഫു നഫ്സഹു ഫി ദുനിയ ബിതൂലിൽ അമലിൽ മുദയ്യിഉ ഉംറുഹു ഫി സൂഇൽ അമൽ. അല്ലാഹു പറഞ്ഞതനുസരിച്ച് കേൾക്കാതെ, നന്മകൾ ചെയ്യാതെ താന്തോന്നിത്തരം കാട്ടി നടന്ന മനുഷ്യന്മാർ എവിടെയെന്ന് ചോദിക്കുന്നതാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, അവരോട് പറയും, നീ ഇത് ആസ്വദിക്കുക, നീ മാന്യനായ ജനങ്ങളിൽ പ്രബലനായ ഒരു വ്യക്തിയല്ലേ, ജനങ്ങളുടെ മുമ്പിൽ നിനക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് അല്ലേ, പക്ഷേ നീ അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ നടന്നില്ലേ, അതുകൊണ്ട് നീ അനുഭവിച്ചു കൊള്ളുക. അപ്പോ നരകത്തെ കാക്കുന്ന മലക്കിനെ, മാലിക്കിനെ ജനങ്ങൾ വിളിക്കുമത്രേ. എന്നിട്ട് അവര് പറയും, യാ മാലികു ഖദ് ഹക്ക അലൈനൽ വഈദ്. ഏ മാലിക്കേ, പ്രവാചകന്മാർ പറഞ്ഞ, അല്ലാഹുവിന്റെ അമ്പിയാക്കളും സ്വാലിഹീങ്ങളും പറഞ്ഞ ആ താക്കീത് പുലർന്നിരിക്കുകയാണ്. യാ മാലികു ഖദ് അസ്തലനൽ ഹദീദ്. ഇരുമ്പ് ചങ്ങല കൊണ്ടുള്ള ആ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല മാലിക്കേ. യാ മാലികു ഖദ് നിറജത് മിനൽ ജുലൂദ്. മാലിക്കേ, ഞങ്ങളുടെ തൊലികളെല്ലാം പഴുത്തുകൊണ്ട് ആകെ നാമാവിശേഷമായി പോയി മാലിക്കേ, ചൂട് താങ്ങാൻ കഴിയുന്നില്ല. വീണ്ടും പറയുന്നു, യാ മാലികു അഖ്രിജ്നാ മിൻഹാ ഫഇന്നാ നഊദ്. മാലിക്കേ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളൊന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമോ? ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല, ഇനി ഞങ്ങൾ പഴയതുപോലെ ജീവിക്കില്ല. അപ്പോ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന മറുപടിയുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, യഖ്ളി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിഫൂൻ. അവസാനം പറയും, മനുഷ്യരെ, ഞങ്ങളൊന്നും മരിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് നീ ഒന്ന് മാലിക്കേ അല്ലാഹുവോട് പറയും, ഞങ്ങൾക്ക് മടുത്തു, ഇനി ജീവിക്കണ്ട. അപ്പൊ മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ഖാല ഇന്നകും മാകിഫൂൻ. നിങ്ങളെ ദുനിയാവിൽ നിന്ന് അല്ലാഹു തആല അവസരം തന്നു, അല്ലാഹ് പറഞ്ഞതുപോലെ കേട്ടില്ലല്ലോ. ലഹരി ഉപയോഗിച്ച്, കള്ളു കുടിച്ച്, കാമക്രോധ മത മോഹ മാത്സര്യാദി ദുർഗുണങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് അല്ലാഹനെ മറന്ന് ജീവിച്ചവരല്ലേ നിങ്ങൾ. അതുകൊണ്ട് ഇത് മുഴുവനും നിങ്ങൾ അനുഭവിക്കണമെന്ന് പറയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പണ്ട് സഹാബത്തിന് ഇതൊന്നും വിശ്വസിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കെപ്ലർ സാങ്കേതിക വിദ്യ വികസിച്ചിട്ടില്ലാത്ത കാലഘട്ടം. ഇന്ന് കൽപ്പന ചൗള
അതുപോലെ സുനിത വില്യംസ്, അവരൊക്കെ ഇന്ന് ബഹിരാകാശത്ത് പോയി സഞ്ചരിച്ച് പുതിയ പുതിയ കണ്ടെത്തലുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ നമുക്കിന്ന് ആ നരകത്തെ പറ്റി വിശ്വസിക്കാൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. എന്നാൽ അന്ന് സഹാബത്തിനോട് പറഞ്ഞപ്പോ അവർക്ക് വിശ്വസിക്കാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നരകത്തെ പോലെയുള്ള ഓരോ ഗ്രഹങ്ങളും മറ്റുമൊക്കെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെൽ പ്ലാനറ്റ് എന്ന് പറയുന്ന നരകത്തിന് സമാനമായിട്ടുള്ള സൗരയൂഥത്തിൽ നിന്നുകൊണ്ട് 100 പ്രകാശവർഷം അകലെയുള്ള പ്രത്യേകമായ ഒരു നരകത്തിന് സമാനമായിട്ടുള്ള പ്രത്യേകമായ ഒരു സ്ഥലം ഇന്ന് ശാസ്ത്രകാരന്മാർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 141 K2 141b എന്ന പേരിട്ടുകൊണ്ട് പറയുന്ന ഹെൽ പ്ലാനറ്റ് എന്ന് പറയുന്ന ആ നരകഗ്രഹം, അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ആഴമുള്ള തീയിന്റെ കടലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 100 കിലോമീറ്റർ ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തിയിട്ടുള്ളതാണ്. 100 കിലോമീറ്റർ. അതിനപ്പുറത്തേക്ക്, ആ തീയുടെ തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മുഴുവൻ ശൈത്യമാണ്. നരകത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതും ഇത് തന്നെയല്ലേ? വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകൾ ഇങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ആ നരകത്തെ പറ്റി പറയുമ്പോൾ ഒരു ഭാഗത്ത് അതികഠിനമായ ചൂട്, തൊട്ടപ്പുറത്ത് അതികഠിനമായ തണുപ്പ്, മനുഷ്യന് താങ്ങാൻ കഴിയാത്ത അവസ്ഥ. ആ നരകത്തില് മനുഷ്യൻ അല്ലാഹുവോട് അപേക്ഷിക്കുമ്പോ 1000 കൊല്ലം അല്ലാഹുവോട് ചോദിക്കും, പടച്ചോനെ ഞങ്ങൾക്കൊരു മഴയെ തരുമോ? വെള്ളം കിട്ടുന്നില്ല, ദാഹിച്ച് അവശനായി നിൽക്കുമ്പോ അല്ലാഹു തആല വലിയ പാമ്പുകളെ നൽകും. പിന്നെ 1000 കൊല്ലം ചോദിക്കുമ്പോൾ തേളുകളെ കൊടുക്കും. ഇങ്ങനെയുള്ള അവസ്ഥകളെ പറ്റിയൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തെ പറ്റിയുള്ള ബോധം നമുക്ക് വേണം. ആ നരകമോചനം നമുക്ക് കിട്ടണം. അതിനൊരുപാട് കാര്യങ്ങൾ, 40ഓളം കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ക്ലാസ്സിൽ അത് പറയും. എല്ലാം കൂടി പറയാൻ സമയമില്ല. അപ്പോ നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക. വളരെ കുറഞ്ഞ ആണുങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകമോചനം ലഭിക്കുന്ന ആളുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന റമദാനിലെ അവസാനത്തെ ഒറ്റയിട്ട രാവുകൾ ഓരോന്നോരോന്നായി ഇന്നു മുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ്. 1000 മാസം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നമുക്കറിയാലോ. ലൈലത്തുൽ ഖദ്റിന്റെ ശ്രേഷ്ഠത എല്ലാ റമദാനും ഇങ്ങനെ കേട്ട് ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഹൃദയത്തിൽ പതിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളൊക്കെയാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ദിവസങ്ങളൊക്കെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലിന്റെ ആദരണീയരായ